ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലെ ഗൂഢാലോചനയിൽ താനും പങ്കാളിയായി എന്ന കന്നഡ മാധ്യമ വാർത്തകളെ പി സന്തോഷ് കുമാർ എം തള്ളി. ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ തന്നെ വന്ന് കണ്ടു. എന്നാൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പി സന്തോഷ് കുമാർ 24നോട് പറഞ്ഞത്. 24 ബ്രേക്കിംഗ്. ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഗൂഢാലോചന കേസിൽ രാജ്യസഭാ MP പി സന്തോഷ് കുമാറിന് ബന്ധമുണ്ടെന്ന തരത്തിൽ കന്നഡ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളാണെന്നും ഇവരെ കേരളത്തിൽ വെച്ച് കണ്ട് എല്ലാ സഹായവും നൽകിയത് പി സന്തോഷ് കുമാറാണെന്നുമായിരുന്നു വാർത്തയുടെ ഉള്ളടക്കം. എന്നാൽ ഈ വാർത്തകൾ MP നിഷേധിച്ചു. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ കേരളത്തിൽ വന്ന് കണ്ടിരുന്നു. എന്നാൽ വെളിപ്പെടുത്തലിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയക്കുക മാത്രമാണ് ഉണ്ടായത്. നമ്മളൊരു കത്ത് തയ്യാറായി കൊടുത്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്, അതായത് ആഭ്യന്തരമന്ത്രിക്ക് ഒരു കത്ത് തയ്യാറായി കൊടുത്തു. ആ കത്ത് നമ്മൾ മാധ്യമങ്ങളിൽ കൊടുത്താണ്. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന സഹായം എന്ന് പറയുന്നത്. ആ കത്ത് കൊടുത്തു. അതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയും കിട്ടി, കത്ത് കിട്ടിയിരിക്കുന്നു എന്നുള്ളത്. പിന്നെയാണ് അത് SIT അന്വേഷണത്തിലൊക്കെ പോകുന്നത്. മറ്റു വേറെ അവരെ സഹായിക്കേണ്ട കാര്യം നമുക്കില്ല. വാർത്തകൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. SIT അന്വേഷണത്തിൽ സത്യം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. വാർത്തകൾ തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ആ അത്ഭുതം ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ അതിനകത്ത് മറ്റു കാര്യങ്ങളൊക്കെ SITയുടെ അന്വേഷണമാണല്ലോ. അവരത് ഭംഗിയായി അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരട്ടെ എന്ന് മാത്രമേ. ഗൂഢാലോചന കേസിൽ യൂട്യൂബർ മനാഫ് ഉൾപ്പെടെയുള്ള 6 പേരെ ഇന്നലെ SIT ചോദ്യം ചെയ്തിരുന്നു. 24 ചെന്നൈ.